ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ടാണ്. ഇത് മുംബൈയിലുള്ള ഒരു വാട്ടർ പാർക്കിൽ ഞങ്ങൾ പോയതിൻ്റെയാണ്. ഈ വാട്ടർ പാർക്ക് മുംബൈയിലെ വിരാർ വെസ്റ്റിലാണ്. 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അൺലിമിറ്റഡ് ഫുഡാണ്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം നമുക്ക് കഴിക്കാം. നോൺ വെജും വെജും ഇവിടെ ഉണ്ട്. നമുക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് കഴിക്കാം. രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയത് പാവ് ഭാജിയും പോഹയൊക്കെ ആയിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് തന്നെയായിരുന്നു കിട്ടിയത്. ഇവിടെ ലോക്കർ സൗകര്യമുണ്ട്. അതിന് 200 റുപ്പീസാണ് ചാർജസ്. 100 റുപ്പീസ് മാത്രമേ ചാർജസ് ഉള്ളൂ. 100 റുപ്പീസ് നമ്മൾ പോകുന്ന സമയത്ത് അവർ നമുക്ക് റിട്ടേൺ തരും. പിന്നെ ചേഞ്ചിങ് റൂമുണ്ട് സെപ്പറേറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ പാർക്കിലോട്ട് പോവുകയാണ്. ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. അഡൾട്ടിന് 699 ആണ് ചാർജസ് വരുന്നത്. കിഡ്സിന് വരുന്നത് 450 ആണ്. ഈ സമുദ്ര വേവ്സിൽ ഇപ്പം മൺസൂൺ ഓഫറുണ്ട്. മൺഡേ ടു ഫ്രൈഡേ 31 ഒക്ടോബർ വരെ. അഡൾട്ടിന് ചാർജസ് 550യും കിഡ്സിന് 450 ആണ്. ഒരു 3 to 4 ഫീറ്റ് ഉള്ള കിഡ്സിൻ്റെ ചാർജസ്സാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട് വിരാർ വെസ്റ്റിൽ നിന്ന്. ഇതൊരു റിസോർട്ടും കൂടിയാണ്. ഇവിടെ AC നോൺ AC റൂമും അവൈലബിൾ ആണ്. ഇവിടെ 5 സ്വിമ്മിംഗ് പൂളുണ്ട്. വേവ് പൂളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. 100 HP വേവ് പൂളാണ്. പിന്നെ റെയിൻ ഡാൻസും DJ മ്യൂസിക്കും ഒക്കെ ഉണ്ട്. 16 വാട്ടർ സ്ലൈഡുണ്ട് എല്ലാ ഏജിലും പറ്റിയവർക്ക്. ഇവിടുത്തെ ടൈമിങ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു 9 AM to 11 AM ആണ്. പിന്നെ സ്വിമ്മിംഗ് പൂളും DJ മ്യൂസിക്കും ഉണ്ട്. അത് രാവിലെ 10 മണി തൊട്ട് 12:45 വരെയാണ്. 12:45 ആകുമ്പം അത് സ്റ്റോപ്പാവും. പിന്നെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലഞ്ച് കഴിഞ്ഞിട്ടാണ്. 2:30 PM to 4:15 PM വരെയാണ്. ബിഗ് വാട്ടർ സ്ലൈഡ്സിൻ്റെ ടൈമിങ് 11 AM തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 12:40 വരെ ഉണ്ടാവും. പിന്നെ എഗെയിൻ സ്റ്റാർട്ടാകുന്നത് 3 PM to 4:10 വരെയാണ്. അത് ബിഗ് വാട്ടർ സ്ലൈഡ്സിൻ്റെ ടൈമിംഗ് ആണ്. പിന്നെ വേവ് പൂൾ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 12:45 PM to 1 PM വരെയാണ്. പിന്നെ വൈകുന്നേരവുമുണ്ട്. 2 പ്രാവശ്യമാണുള്ളത് ഒരു ദിവസം. 4:15 to 4:30 PM വരെയാണ്.
കുട്ടികളൊക്കെ ഇവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. വെക്കേഷൻ്റെയൊക്കെ ടൈമിൽ പിള്ളേരെ ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജോലിയുടെയും തിരക്കുകളുടെയൊക്കെ ഇടയിൽ നിന്ന് ഒരു ദിവസം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും. നമുക്ക് നല്ലതുപോലെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഫണ്ണും അഡ്വഞ്ചറും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സമുദ്ര റിസോർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇവിടുത്തെ വാട്ടർ സ്ലൈഡുകളെല്ലാം നല്ല ത്രില്ലിംഗ് ആണ്. റിലാക്സേഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമുക്കുണ്ടാകും ഇവിടെ വന്നു കഴിയുമ്പോൾ. ഞങ്ങൾക്ക് ശരിക്കും ഇതൊരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ടു 2:30 ഇവിടെ എല്ലാ വാട്ടർ സ്ലൈഡും എല്ലാം ക്ലോസ് ആയിരിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനുള്ള ടൈമിംഗ് ആണ്. കുട്ടികൾക്ക് ആ സമയത്ത് കളിക്കാൻ ഇവിടെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനും ചെയറുകളും കട്ടിലുകളും ഒക്കെ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ വേവ് പൂള്. 15 മിനിറ്റ് മാത്രമേ വേവ് പൂൾ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ആ 15 മിനിറ്റ് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യും. നല്ല ശക്തിയിലാണ് ആ തിരമാല വരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1 തൊട്ട് 2:30 വരെ ലഞ്ചിൻ്റെ ടൈമാണ്. നോൺ വെജും വെജും ഉണ്ട്. നോൺ വെജിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും ചോറും പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ചിക്കനായിരുന്നു. ഇപ്പോൾ അവർ അതിൽ കോംപ്ലിമെൻ്ററി സെർവിങ് ആയിട്ട് ലിമിറ്റഡ് ഫിഷും കൂടി പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈവനിങ്ങിൽ ടീയും സ്നാക്സും ഉണ്ട്. അതോടെ കഴിഞ്ഞ് 5 മണിക്ക് ഇവിടുത്തെ ടൈം കഴിയും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിൽ നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.